സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ അന്വേഷിച്ച് ദേവികയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് തന്നെ നന്ദൻ്റെ ടെൻഷന് പുറകെയുള്ള കാരണവും പോലീസ് സ്റ്റേഷനിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദേവിക ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട് തൻ്റെ കമ്പനിയിൽ നന്ദൻ കാരണം കൊണ്ട് ഒരു ലോസ് ഉണ്ടായെന്നും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു നന്ദൻ്റെ ഇത്രയും നേരത്തുള്ള ആ ഒരു ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ദേവികയാണെങ്കിൽ അത് വിശ്വസിക്കണം. എന്തായാലും ദേവിക മാറിയതിന് ശേഷം നന്ദനോട് കെവിൻ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം ഇനി മുന്നോട്ടും പറയേണ്ടത്. വെറുതെ ഋഷിയുടെ കാര്യം തുറന്നു പറഞ്ഞ് നീ കുളമാക്കരുത്. ഇപ്പോൾ രക്ഷകനായിട്ട് നമുക്ക് ഒരാളുണ്ട്. ഇനി നിനക്ക് യാതൊരു വക പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെ നന്ദനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. എങ്കിൽ കൂടി നന്ദനാണെങ്കിൽ നല്ല പേടിയുണ്ട്. പിന്നീട് അരുന്ധതിയാണെങ്കിൽ പോലീസുകാരുടെ ആ ഒരു അന്വേഷണത്തിലൊക്കെ തന്നെ സംശയിക്കുകയാണ്. ഈ സമയം അരുന്ധതിയെ ചൊടിപ്പിക്കുന്നത് പോലെയാണ് ത്യാഗരാജൻ സംസാരിക്കുന്നത്. മേഡം പേടിക്കാനൊന്നുമില്ല, ഋഷി മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ തന്നെ അരുന്ധതിയുടെ കൈ ത്യാഗരാജൻ്റെ ചെകിടത്ത് പതിഞ്ഞു കഴിഞ്ഞു. ഇനി മേലാൽ ഇതുപോലെയുള്ള വാക്കുകൾ നിൻ്റെ വായിൽ നിന്നും വരരുതെന്നൊക്കെ പറയുന്നു. അങ്ങനെ അതിൻ്റെ ദേഷ്യത്തിൽ ത്യാഗരാജനാണെങ്കിൽ രാത്രി കുടിച്ച് വശക്കെട്ടാണ് റോഡിൽ കിടക്കുന്നത്. അത് മുരളിയാണെങ്കിൽ കാണുന്നുണ്ട്. മുരളി ഒന്നും നോക്കുന്നില്ല. ചന്ദ്രമതിയെ ആലോചിച്ചുകൊണ്ട് മാത്രം അവനാണെങ്കിൽ ത്യാഗരാജനെ എടുത്ത് വണ്ടിയിലിട്ട് വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ വഴിയിലാണെങ്കിൽ ത്യാഗരാജൻ്റെ ഫോൺ റിങ് ചെയ്യുകയാണ്. അങ്ങനെ മുരളി അതെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നും കേൾക്കുന്നത് മറ്റൊന്നുമല്ല, ദേവികയെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടും ഇത്രയും നാളായിട്ട് നീ എന്താ അവസാനിപ്പിക്കാത്ത എന്നൊക്കെയാണ്. ത്യാഗരാജൻ ഇപ്പോഴും ചന്ദ്രോത്ത് കുടുംബത്തിൻ്റെ പുറകെ തന്നെയാണെന്നുള്ള സത്യം മുരളി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയോട് കാര്യങ്ങളൊക്കെ തന്നെ മുരളി പറയുകയാണ്. കുടിച്ച് വശം കെട്ടാണ് എനിക്ക് റോഡിൽ നിന്നും കിട്ടിയത്. പിന്നെ ഈ ഫോൺ എടുത്തപ്പോൾ ഇങ്ങനെയും ഒരു സംസാരം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ തന്നെ ചന്ദ്രമതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തായാലും ത്യാഗരാജൻ ഈ ജന്മം നന്നാവില്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ്. പിന്നീട് നന്ദനെ ആവോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിദ്ധാർത്ഥനും പ്രഭാവതിയും ദേവിയൊക്കെ തന്നെ. അങ്ങനെ ദേവിക പറയുന്നുണ്ട് കെവിൻ പറഞ്ഞതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. നന്ദൻ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആകെ പേടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. കെവിന് യാതൊരു പ്രശ്നമില്ല. എന്തൊക്കെ പറഞ്ഞാലും അത് കെവിൻ്റെ കമ്പനിയല്ലേ, അവന് പ്രശ്നമില്ലെങ്കിൽ നന്ദൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് പേടിയാകുന്നു അമ്മേ. നന്ദുവിൻ്റെ ഈ പോക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പേടി പോലെ തോന്നുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ജനാല വഴി പ്രഭാവതി നന്ദനെ നോക്കുമ്പോൾ കാണുന്നത് നന്ദൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നതാണ്. പ്രഭാവതിക്കും തോന്നുന്നുണ്ട് നന്ദൻ ഇങ്ങനെ വിട്ടാൽ ഒരുപക്ഷെ കൈവിട്ടു പോകുമെന്ന്. അങ്ങനെ ദേവിക പറയുകയാണ് എനിക്കറിയില്ല, ഒരുപാട് സന്തോഷത്തോടെ നടന്നില്ല നന്ദു, അവൻ എനിക്കിനും തിരിച്ചു കിട്ടില്ലേ. ഇപ്പോൾ കളിയോ ചിരിയോ ഒന്നുമില്ല, എന്നോടൊന്നും സംസാരിക്കുന്ന പോലുമില്ല. എപ്പോഴും ഈ ആലോചന മാത്രമേ ഉള്ളൂ. അമ്മ ഒന്ന് നന്ദുവിനോട് സംസാരിക്കണം. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ അവന് പറയാനുണ്ടെങ്കിലോ എന്നോട് പറയാൻ പറ്റാത്തത് അമ്മയോട് പറഞ്ഞാലോ. അങ്ങനെ ദേവികയാണെങ്കിൽ പ്രഭാവതിയെ നന്ദൻ്റെ അരികിലേക്ക് വിട്ടയക്കുകയാണ്. അങ്ങനെ നന്ദൻ്റെ അരികിലേക്ക് പ്രഭാവതി പോകുന്നുണ്ട്. എന്താ മോനെ, നിനക്ക് എന്ത് പറ്റി? ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ദേവികയോട് കെവിൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? അതിൻ്റെ പേരിലാണോ എൻ്റെ മോനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ നന്ദൻ കരയുന്നത് പോലെയൊക്കെ ആവുകയാണ്. അമ്മയോട് എന്തുണ്ടെങ്കിലും നിനക്ക് തുറന്ന് പറയാം. എന്താ നിൻ്റെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കാര്യം തുറന്ന് പറയടാ. ആർക്കും നിൻ്റെ ഈ മുഖം കാണാൻ താല്പര്യമില്ല. കളിച്ച് ചിരിച്ച് നടക്കുന്നത് ഞങ്ങളുടെ പഴയ നന്ദനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. സത്യസന്ധമായിട്ട് നീ കാര്യങ്ങൾ തുറന്ന് പറയണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് നന്ദനാണെങ്കിൽ പിടിവിടുകയാണ്. കാരണം സ്വന്തം അമ്മയ്ക്ക് മുന്നിൽ ഒരിക്കലും അവന് നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും ഈ സമയം പ്രഭാവതി ചോദിക്കുന്നുണ്ട് നീ ആരെങ്കിലും കൊന്നോ? ഋഷിയുടെ എന്തെങ്കിലും കാര്യം നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നന്ദനാണെങ്കിൽ പ്രഭാവതിയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്.